പ്രവാസ ചിന്തയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രവാസഭൂമിയിൽ നാം അറിയുന്ന ഒരുപാട് മലയാളികളുണ്ട്. അറിയപ്പെടാത്ത അനേകായിരം പേരുണ്ട്. അവരിൽ സ്വന്തം അധ്വാനത്തിലൂടെ, സ്വന്തം ബുദ്ധി വൈഭവത്തിലൂടെ കർമ്മരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ. അവരിൽ ചിലരെയാണ് ഇന്ന് പ്രവാസ ചിന്തയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മുൻപ് പ്രവാസികൾ നേരിടുന്ന നിരവധി വിഷയങ്ങൾ മാധ്യമ ചർച്ചയിലൂടെ കൊണ്ടുവന്ന ഫിജറ ടോക്ക് ഷോയ്ക്ക് ശേഷം പ്രവാസ ചിന്തകൾ അണിയിച്ചൊരുക്കുന്നത് പ്രശസ്ത മാധ്യമപ്രവർത്തകനായ PA ലിയാഖത്ത് അലിയാണ്. പ്രവാസ ചിന്തകളിലെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രവാസ ചിന്തയിൽ ഇന്ന് ആദ്യമെത്തുന്ന അതിഥി ശ്രീ മുഹമ്മദ് ഷമീറാണ്. IT മേഖലയിൽ വിജയത്തിൻ്റെ വഴി വെട്ടിത്തെളിച്ച ചെറുപ്പക്കാരൻ. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. പ്രവാസ ചിന്തകളിലേക്ക് മുഹമ്മദ് ഷമീറിനെ സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് ഷമീർ സാധാരണ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുകയും പിന്നീട് 1-2 സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥനാവുകയും പിന്നീട് ഈ മേഖലയിലേക്ക് വരികയും ചെയ്തതാണ്, വ്യവസായ മേഖലയിലേക്ക്, IT വ്യവസായ മേഖലയിലേക്ക്. അപ്പം തുടക്കമൊന്ന് പറയാം. 17 വർഷമായി ഞാൻ UAE-ലെത്തിയിട്ട് 5 വർഷത്തോളം ഇത്തിസലാത്ത്, സിസ്കോംസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു ഷോപ്പ് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുകയും 2 എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. 12 വർഷങ്ങൾ പിന്നിട്ട് ഞാൻ ഇപ്പോൾ 21 ഷോറൂമുകളും 200-ൽ പരം IT പ്രൊഫഷണൽസും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. സംഭവബഹുലമായിരുന്നു. ഈ 12 വർഷം കൊണ്ട് രണ്ട് ജീവനക്കാർ, 2 സ്ഥാപനങ്ങൾ, പിന്നീട് 21ലേക്ക് എത്തി നിൽക്കുകയാണ്. സാധാരണ പറയാറുണ്ട്, ഈ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ വലിയ റിസ്ക് ഏറ്റെടുക്കണം. റിസ്ക് ഇല്ലാത്തവർ ഈ ബിസിനസ്സിൽ വിജയിക്കില്ല എന്ന് പറയുന്നു. താങ്കൾ ഏത് തരത്തിലുള്ള റിസ്ക്കാണ് എടുത്തത്? ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തെങ്കിലും ഞാൻ അതിനെല്ലാം മറികടന്ന് ഞാനൊരു ദൈവാനുഗ്രഹവും എൻ്റെ ഒരു കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ IT മേഖല നൽകുന്ന അനുഭവ പാഠം എന്താണ്? മാറ്റങ്ങൾ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ IT മേഖല. അപ്പൊ മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ മേഖലയിൽ ഇപ്പോഴും സക്സസ് ആയി തുടങ്ങാൻ സാധിക്കുന്നത്. ഈ ടെക്ലിംഗ് അബുദാബിയിലെ ഒരു 10 പ്രമുഖ സ്ഥാപനം എടുത്താൽ ഇതിൽ 1-ാം നിരയിൽ എത്തിയിരിക്കുന്ന സ്ഥാപനം എന്ന് പറയാൻ കഴിയും. ഇതിന്റെ പിന്നിലെ ഒരു അധ്വാനം ഒന്ന് വിവരിക്കാം. ഞങ്ങളുടെ ഹാർഡ് വർക്കും മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ ഞങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധാലുക്കളാവുകയും കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല പ്രൈസും ഏറ്റവും നല്ല സർവീസും നമുക്ക് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് മുൻനിരയിലേക്ക് നമ്മുടെ സ്ഥാപനത്തിന് വരാൻ സാധിച്ചു. ഈ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ IT മേഖലയാണ് അതിൻ്റെ ഏറ്റവും ആഘാതം നേരിട്ട ഒരു മേഖല. അത് മാറി വരുന്നുണ്ടോ? സാമ്പത്തിക മാന്ദ്യം മറ്റുള്ളവരെ പോലെ ഞങ്ങളെയും ചെറുതായിട്ട് ബാധിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ അവസരോചിതമായ തീരുമാനങ്ങളും വെൽ പ്ലാനിങ്ങും കാരണം ഞങ്ങൾക്ക് അത് മറികടക്കാൻ സാധിച്ചു. ഇപ്പം IT ഉൽപ്പന്നങ്ങൾ, സാധാരണ ഈ IT ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചൈനയാണ് ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ നൽകുന്നത് എന്ന് പറയുന്നു. എന്നാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ പേടിക്കേണ്ടതുണ്ട് എന്നും പറയുന്നു. വാസ്തവത്തിൽ ചൈന എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നത്? തീർച്ചയായും ചൈനീസ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ വളരെ വില കൊടുത്ത് യൂറോപ്പിൽ നിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്തിരുന്ന സാധനങ്ങൾ ചൈനയിൽ നിന്ന് അതിന്റെ ഹാഫ് പ്രൈസിന് നമുക്ക് മാർക്കറ്റിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. പല രീതിയിലുള്ള സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാളിറ്റി കൂടുതൽ വേണമെങ്കിൽ ക്വാളിറ്റി കൂടുതലുള്ളത്, കുറവാണെങ്കിൽ കുറവായിട്ട് അവർ നമുക്ക് ഉണ്ടാക്കിത്തരും. ഞാൻ സ്ഥിരമായും ചൈനയിൽ പോകുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പ്രമുഖ കമ്പനികളായ HP, തോഷിബ, എല്ലാ മേജർ കമ്പനികളും ചൈനയിലാണ് അവർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇടുന്നത്. ഇത് അവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞതിന്റെ വേണ്ടിയാണ്.
ഇവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? ഈ IT മേഖലയ്ക്ക് അങ്ങേയറ്റം അനുഗുണമായ ഒരു അന്തരീക്ഷമാണോ, അതോ വ്യക്തിപരമായി ഒരുപാട് റിസ്ക് എടുക്കുമ്പോൾ ഏതെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും തകരാൻ സാധ്യതയുണ്ടോ? ഇവിടെ ബിസിനസ്സുകാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു രാജ്യമാണ് UAE. നമ്മൾ ചെയ്യുന്ന ബിസിനസ് വളരെ പഠിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ നിയമങ്ങളും എല്ലാം മനസ്സിലാക്കി നമ്മൾ ഇവിടെ ബിസിനസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ ഇത് 100% നമുക്ക് വിജയിപ്പിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ്. അതിനു വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഈ ഇവിടുത്തെ ഭരണാധികാരികൾ നൽകുന്നുണ്ട്. ഒരു കാലതാമസമില്ലാതെ നമുക്ക് എല്ലാ ഗവൺമെന്റ് ഫോർമാലിറ്റീസ് തീർക്കാനും അതേപോലെ തന്നെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്കൊരു വളരെ പോസിറ്റീവായിട്ടാണ് ബിസിനസ്സുകാരുടെ വ്യൂവിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. ഇപ്പം ഇവിടെ UAE വളരെ പോസിറ്റീവായ അനുഭവത്തിൽ നിന്നും താങ്കൾ ഇനി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ടെക്ലിങ്കിൻ്റെ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിൽ താങ്കളെ ഒരു വിഷമിപ്പിക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ സാഹചര്യം ചിലപ്പോൾ പ്രതികൂലമായിരിക്കാം. ഞാൻ എൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെ കൊച്ചിയിലും കോഴിക്കോടും ഷോറൂമുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ സ്ഥാപനം ടെക്ലിങ്കിൻ്റെ ധാരാളം ഔട്ട്ലെറ്റുകൾ ലുലു സെൻറ്ററിൽ കാണുന്നുണ്ട്. ലുലു സെൻറ്ററുമായിട്ടുള്ള താങ്കളുടെ ബന്ധം എന്താണ്, പ്രത്യേകിച്ചും അതിൻ്റെ സാരഥി MA യൂസഫ് അലിയുമായി? എല്ലാ ജനങ്ങളും വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് പത്മശ്രീ യൂസഫ് അലി. അദ്ദേഹത്തിന്റെ സാധാരണ ജനങ്ങളോടുള്ള ബന്ധവും ഭരണാധികാരികളുടെ ബന്ധവും ഞാൻ വളരെ അത്ഭുതത്തോടുകൂടിയാണ് വീക്ഷിക്കാറ്. അദ്ദേഹത്തിന്റെ കഴിവും ഈ സാമൂഹിക പ്രവർത്തനവും എല്ലാം എന്നെ വളരെയധികം ഞാൻ വളരെ റോൾ മോഡലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ പുതിയ സംരംഭങ്ങൾ അന്വേഷിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു സംരംഭകനായി മാറാൻ ഉള്ള വഴികൾ അന്വേഷിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ സംരംഭകനോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? പുതിയ വ്യക്തി ഇവിടെ ബിസിനസ് ചെയ്യാൻ വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിക്കുകയും ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുകയും ചെയ്യണം. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഹാർഡ് വർക്ക് ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും ഇവിടുത്തെ മറ്റുള്ള ഫോർമാലിറ്റീസ് എല്ലാം മനസ്സിലാക്കുകയും ചെയ്ത് ബിസിനസ്സിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ 100% അവർക്ക് ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും. അതിന് പറ്റിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു രാജ്യമാണ് UAE. ശരിക്കും ഇപ്പോൾ എത്രത്തോളം ഔട്ട്ലെറ്റുകൾ ടെക്ലിങ്കിൻ്റെതായിട്ടുണ്ട്? ടെക്ലിങ്കിന് UAE, ഒമാൻ, ഖത്തർ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലായി 21 ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ നമ്മൾ 2 ഔട്ട്ലെറ്റും കൂടി ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഖത്തറും മറ്റൊന്ന് കൊച്ചിയുമാണ്. ടെക്ലിങ്കിനെ കുറിച്ച് അടുത്ത കാലത്ത് കേട്ടത് പുതിയൊരു വിപണന രീതി ആവിഷ്കരിക്കാൻ പോകുന്നു എന്നാണ്. എന്താണ് ആ വിപണന രീതിയുടെ പ്രത്യേകത? ഞങ്ങൾ ഒരു പുതിയ ഒരു സംരംഭമായ ഫ്യൂച്ചർ ഓഫ് റീറ്റെയിൽ വെർച്വൽ സ്റ്റോഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇത് UAE ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് US-ലെല്ലാം വളരെ സക്സസ് ആയിട്ട് ജനങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് പ്രൊസീജിയറാണ്. കസ്റ്റമേഴ്സിന് അവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ QR കോഡ് സ്കാൻ ചെയ്യുകയും അവർക്ക് അത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുകയും അവർ വീട്ടിലെത്തുന്നതിനുള്ളിൽ നമ്മൾ ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ ദുബായിൽ നമ്മൾ അവരെ വീട്ടിൽ ഡെലിവറി ചെയ്യുകയും ചെയ്യും. ഇത് അതർ എമിറേറ്റ്സ് ആണെങ്കിൽ 12 വർക്കിംഗ് അവേഴ്സിനുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്യും. ഇത് കസ്റ്റമേഴ്സിന് വളരെയധികം ടൈം സേവ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിന്റെ ഭാഗമായി മെട്രോ അതിർത്തികളുമായി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യും. മാൾ ഓഫ് എമിറേറ്റ്സിലെ സ്റ്റേഷന്റെ ഒരു ഏരിയ നമ്മൾ ഇതിന്റെ വെർച്വൽ സ്റ്റോഴ്സ് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വരാൻ പോകുന്നത് ഈ സ്മാർട്ട് ഫോണുകളുടെയും മറ്റും കാലമാണെന്ന് പറയാറുണ്ട്. കുട്ടികൾ പോലും ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാറുണ്ട്. വാസ്തവത്തിൽ ഇതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാണോ താങ്കൾ തയ്യാറെടുക്കുന്നത്? IT മേഖലയിലെ എല്ലാ മാറ്റങ്ങളും ഞാൻ വളരെയധികം സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും അത് നമുക്ക് എങ്ങനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും ശ്രമിക്കാറുണ്ട്.
ഇത് ഞാൻ ഇതിന്റെ ഭാഗമായി എല്ലാ എക്സിബിഷനും ഞാൻ ഇന്റർനാഷണൽ എക്സിബിഷനും ഞാൻ പങ്കെടുക്കാറുണ്ട്. എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ട്? ഞാൻ USA, ജർമ്മനി തുടങ്ങിയ എല്ലാ ഒരുവിധം യൂറോപ്യൻ രാജ്യങ്ങളിലും, ലണ്ടൻ, എല്ലാ രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. കുടുംബം ഈ താങ്കളുടെ ഈ ബിസിനസ് സംരംഭമായിട്ട് കുടുംബത്തിന്റെ ഒരു പൂർണ്ണ പിന്തുണ ലഭിക്കാറുണ്ട്. കുടുംബത്തെ കുറിച്ച് കൂടി പറയണം. ഭാര്യ, 3 കുട്ടികളാണുള്ളത്. അതേപോലെ മദറും 3 സഹോദരന്മാരും 3 സഹോദരിമാരും എനിക്കുണ്ട്. ഭാര്യയും കുട്ടികളും എന്നോടൊപ്പം ഇവിടെ ദുബായിലുണ്ട്. വളരെയധികം വെല്ലുവിളികളും മത്സരങ്ങളും ഉള്ളൊരു മേഖലയാണ് IT. ഇതിനെ അതിജീവിക്കാൻ താങ്കളുടെ കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? ഞാൻ വെർച്വൽ സ്റ്റോഴ്സ് കൂടാതെ വേറൊരു പുതിയ കോൺസെപ്റ്റും ലോഞ്ച് ചെയ്യാണ്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാം. ഇത് ടെക്ലിങ്ക് ഇൻഷുറൻസ് എന്ന ഒരു ഫെസിലിറ്റിയാണ് ടെക്ലിങ്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഇൻഷുറൻസ് ടെക്ലിങ്കിൽ നിന്ന് ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഉദാഹരണത്തിന് ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, പാഡ്സ് തുടങ്ങിയ ഏതെങ്കിലും ഗാഡ്ഗറ്റ്സ് മേടിക്കുമ്പോൾ അവരിൽ നിന്നും നഷ്ടപ്പെടുകയോ വാട്ടർ ഡാമേജ് വരികയോ ഫിസിക്കൽ ഡാമേജ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ടെക്ലിങ്ക് 3 ദിവസത്തിനുള്ളിൽ പുതിയ ഒരു ഗാഡ്ഗറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇത് വളരെ അത്ഭുതകരമായ ഒരു മാറ്റങ്ങൾ ഈ സെയിൽസിൽ ഉണ്ടാകുമെന്നാണ് ഈ ഫെസിലിറ്റി കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തിടെ നിരവധി പ്രമുഖർക്കൊപ്പം താങ്കൾക്ക് ഗോൾഡൻ അച്ചീവ്മെന്റ് പുരസ്കാരം ദുബായിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ സമർപ്പിക്കപ്പെട്ടു. അതേക്കുറിച്ച് പറയാം. തീർച്ചയായും ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് എൻ്റെ കഠിനാധ്വാനത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എൻ്റെ ഫ്യൂച്ചർ പ്രവർത്തനങ്ങൾക്കും പ്രൊജക്ട്സുകൾക്കും ഇതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് മുതൽക്കൂട്ടായി ഞാൻ ഇതിനെ കാണുന്നു. മുഹമ്മദ് ഷമീറിന്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും കുറേ സമയം കൈരളി പീപ്പിളിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രവാസ ചിന്തകളിലൂടെ താങ്കളുടെ വ്യാപാര ചിന്തകൾ പങ്കുവച്ചതിന് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രവാസ ചിന്തകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ലിയാക്കത്തിനും കൈരളി പീപ്പിൾ TVക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. പ്രവാസ ചിന്തയിൽ ഇനി അതിഥിയായി എത്തുന്നത് ദുബായിലെ പ്രശസ്തമായ പിനാക്കിൾ വെൽത്ത് ആൻഡ് അസറ്റ് മാനേജ്മെന്റിലെ അമരക്കാരിൽ ഒരാളായ ശ്രീ RK നായരാണ്. സ്വന്തം സമ്പന്നമായ അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു പ്രവാസ ചിന്തയിലൂടെ. തങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രവാസ ചിന്തകളിലേക്ക്. ദീർഘനാൾ നാട്ടിൽ ഫാർമസ്യൂട്ടിക്കൽ രംഗം, അവിടെ നിന്നും തികച്ചും വ്യത്യസ്തമായ ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വരുന്നു. അതും വിദേശത്തേക്ക് പോകുമ്പോൾ UAE തന്നെ വരാൻ തീരുമാനിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നും നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഞാൻ UAE വന്നത് 1999 നാട്ടിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ദുബായ്. താങ്കൾ വന്നതിന് ശേഷമാണ് ഈ ആകെ സാമ്പത്തിക രംഗത്തെ മുഴുവൻ പിടിച്ചുലച്ച മാന്ദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ തോന്നിയോ ഇത് അബദ്ധമായി പോയല്ലോ എന്ന് തോന്നിയിരുന്നു? രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. അത് ഇപ്പോഴും മാത്രമല്ല ഉണ്ടായി, ഇതിനു മുമ്പും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു പ്രകൃതിയുടെ നിയമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിസ്റ്റവും, അത് സാമ്പത്തികമായിക്കോട്ടെ മറ്റൊന്നായിക്കോട്ടെ, ഒരു ഇറാറ്റിക്കായിട്ട് ഇറലവൻ്റ് ആയിട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരു കറക്റ്റീവ് മെഷർ ഓട്ടോമാറ്റിക്കായിട്ട് വരും, ബൈ ഡിഫോൾട്ട് വരും. ഈ മാന്ദ്യത്തെ അതിജീവിച്ച ശക്തമായ സമ്പദ്ഘടനയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. വാസ്തവത്തിൽ അതിഭയങ്കരമായ പരിഷ്കരണ നടപടികളുമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നു. എന്നാൽ ചിലരെങ്കിലും പറയുന്നത് ഈ പരിഷ്കരണ നടപടികളല്ല മുൻപ് നമ്മൾ സ്വീകരിച്ച അതിശക്തമായ കൺസർവേറ്റീവായ നിലപാടുകളാണ്. അതായത് പൊതുമേഖലയെ ശക്തമാക്കി ബാങ്കുകളെ ദേശസാൽക്കരിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഈ സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നു. ആ നിരീക്ഷണം ശരിയാണോ? ശരിയാണ്. കാരണം ഈ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഇന്ത്യയെ അധികം ബാധിക്കാത്തതെന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് വളരെ അവിടെ റെഗുലേഷൻസും ഒക്കെ വളരെ സ്ട്രിഞ്ചന്റ്. ആ ഒരു സ്ട്രിഞ്ചന്റ് പോളിസി ഉള്ളത് കൊണ്ടാണ് ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ഇന്ത്യ ഇൻസുലേറ്റഡ് ആയത്. അപ്പോൾ താങ്കൾ ബേസിക്കലി ഒരു ബിസിനസ്സുകാരനല്ല, എങ്കിൽ പോലും ഇവിടുത്തെ ഒരു വലിയ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ടോപ്പ് എക്സിക്യൂട്ടീവുകൾ ഒരാളാണ്.
ആ ഒരു പശ്ചാത്തലം പറയാമോ? ഞാൻ ഫസ്റ്റ് ഗൾഫ് ബാങ്കിൽ ഹെഡ് ഓഫ് സെയിൽസ് ആയിരുന്നു, വെൽത്ത് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ. 6 വർഷമാണ് ബാങ്കിങ് മേഖലയിൽ ഞാൻ ഉണ്ടായിരുന്നത്. ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു ബാങ്കിന്റെ വർക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. രാവിലെ 7:30 മണിക്ക് വീട്ടിൽ നിന്ന് തിരിക്കും, രാത്രി 9 മണി 9:30 മണിക്കൊക്കെ ആയിരിക്കും വരിക. അപ്പോ ഹെക്റ്റിക് എന്ന് പറഞ്ഞാൽ 700 ഡോക്യുമെന്റ് സൈൻ ചെയ്ത ദിവസങ്ങളുണ്ട്, 700 സിഗ്നേച്ചർ ഇട്ട ദിവസമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആയപ്പോഴത്തേക്കും റീസണബിളി സെറ്റിൽഡ് ആണ്. ഇനി ഇങ്ങനെ ചെയ്തിട്ട് സ്ട്രെസ് ചെയ്തിട്ട് കാര്യമില്ല, അതൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ വന്നത്. ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തപ്പോൾ ശരിക്കും ഒത്തിരി ഓഫർ ഉണ്ടായിരുന്നു. പല റിക്രൂട്ട്മെന്റ് ഏജൻസീസും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന ബാങ്കിൽ വേക്കൻസി ഉണ്ട്, സാലറി ഓൾമോസ്റ്റ് ഡബിൾ ആണ്, നല്ല പൊസിഷനാണ്, ജോയിനേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓഫേഴ്സും വന്നിരുന്നു. പക്ഷെ ഐ വാസ് വെരി ക്ലിയർ, നോ മോർ ടു ബി എ ബാങ്കർ. പിന്നാക്കിൽ മാനേജ്മെന്റ് ഒരു ഓഫറുമായിട്ട് വന്നപ്പോൾ എനിക്ക് ഈ മാനേജ്മെന്റിനെ കുറിച്ച് വളരെ നാൾ മുമ്പ് അറിയാം. ആബ്സല്യൂട്ട്ലി പ്രൊഫഷണൽസ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പം the offer also is really appealing. So I said, okay, this is my cup of tea എന്ന് പറഞ്ഞിട്ട്. അതായത് സാമ്പത്തിക ചലനങ്ങളെക്കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ പിനാക്കിൾ പോലുള്ള സ്ഥാപനങ്ങളുടെ സാധ്യതയെ മനസ്സിലാക്കാൻ കഴിയൂ. ആ അർത്ഥത്തിൽ താങ്കളുടെ വായന എങ്ങനെയാണ്? വായന ഞാൻ ഒരുപാട് വായിക്കും. ഒരു ആവറേജ് ഒരു 30 to 45 മിനിറ്റ്സ് വായിക്കാറുണ്ട് ദിവസവും. പലതും മോട്ടിവേഷണൽ ബുക്സ് ആണ് വായിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വായന എന്നെ സഹായിച്ചത്. ഈ വ്യത്യസ്തമായ മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഒരു രസം താങ്കൾ ആസ്വദിക്കാറുണ്ടല്ലേ? എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്താണെന്ന് നമുക്കറിയാം, അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇഷ്യൂ. Are you confident of yourself? Are you confident of what you are capable of? ഒരു പ്രാവശ്യം അത് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ റോക്കറ്റും വിൽക്കാം, ഇൻഷുറൻസും വിൽക്കാം, മരുന്നും വിൽക്കാം, വിസയും വിൽക്കാം. ഇവിടുത്തെ എക്സ്പീരിയൻസ് ദുബായ് ഇനിയും വലിയ സാധ്യതകൾ ഈ ഇൻഷുറൻസ് മേഖലയിൽ, ബാങ്കിങ് മേഖലയിലൊക്കെ നൽകുന്നുണ്ടോ? ഇൻഷുറൻസ് പെനിട്രേഷൻ ഈസ് വെരി ലോ. അപ്പോൾ ഇനി if the entire insurance industry, the companies that are operating in this country, 100% growth record ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു 5% പെനിട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് it will take another 15 years. അത്രയും സാധ്യതയുണ്ട് ഈ UAE-യിലുള്ളത്. നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ദുബായ് സെക്ടർ വലിയൊരു തൊഴിലന്വേഷകർക്ക് സാധ്യത നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഇവിടെ ആൾക്കാർ വിസിറ്റിൽ വരുന്നുണ്ട്, എംപ്ലോയ്മെന്റിൽ വരുന്നുണ്ട്. ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ വരുന്ന ആൾക്കാരിൽ 1-2% എക്സ്ട്രീംലി സക്സസ്ഫുൾ, പിന്നെ കുറച്ചുപേര് റീസണബിളി സക്സസ്ഫുൾ, കുറച്ചുപേര് സർവൈവിങ്, കുറച്ചുപേര് ഫെയിലിയർ ആകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ